കർത്താവിന് മഹത്വം. എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ വിശുദ്ധ വന്ദനത്തെ അറിയിക്കുന്നു. ഏത് സമയത്തും അടുത്തു എത്താൻ നമുക്ക് നല്ലൊരു അഭയ കേന്ദ്രമുണ്ട്. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരമാണ്. നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കും. ഓടിച്ചെന്ന് അഭയം പ്രാപിക്കാൻ യഹോവയുടെ നാമം ഉള്ളതിനാൽ നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ആ നാമം ഏറ്റവും ബലമുള്ള നാമമാണ്. ലോകത്തിലെ നാമങ്ങളൊക്കെ പറഞ്ഞാൽ അതിനകത്തൊരു ബലവും വ്യാപരിക്കാതിരിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ നാമം എല്ലാം മുട്ടും മടങ്ങുന്നു. സ്വർലോകരുടെയും അധോലോകരുടെയും ഭൂലോകരുടെയും മുഴങ്കാലൊക്കെ മടങ്ങുന്ന ശ്രേഷ്ഠ നാമം യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. അടയാളങ്ങൾ, വീര്യപ്രവൃത്തികളുണ്ടാകും. യേശുവിൻ്റെ നാമം രോഗികളെ സൗഖ്യമാക്കുന്നു. നാനാവ്യാധികൾ വന്നാലും യേശുവിൻ്റെ നാമത്താൽ അവരെല്ലാം സൗഖ്യമാകുകയാണ്. അങ്ങനെയെങ്കിൽ വിടുവിക്കുന്ന നാമം യേശുവിൻ്റെ നാമത്താൽ ഈ പകൽ രക്ഷയുണ്ട് കേട്ടോ. ആ നാമത്തിൻ്റെ ശക്തി ഇന്ന് പകൽ ഏറ്റെടുക്കാൻ ആരൊക്കെ തയ്യാറുണ്ട്? കൽവറിയുടെ കൊലക്കളത്തിൽ തകർക്കപ്പെട്ട, നുറുക്കപ്പെട്ട അവസാനത്തെ രക്തവും നമുക്ക് വേണ്ടി ഊറ്റിത്തന്ന ആ യേശുക്രിസ്തുവിൻ്റെ അഗാധമായ സ്നേഹം ഇന്ന് പകലിലും ഒന്ന് തിരിച്ചറിയട്ടെ. യാതൊരു പാപവും ചെയ്യാത്ത യേശു കോടതികൾ മാറി മാറി വിസ്തരിച്ചിട്ടും പറഞ്ഞു, ഈ മനുഷ്യനിൽ യാതൊരു കുറ്റവും കണ്ടെത്തുന്നില്ല. നിരപരാധിയായവൻ തകർക്കപ്പെട്ടു, ശരീരം കീറി കീറി മുറിക്കപ്പെട്ടു, മാംസത്തുണ്ടുകൾ വലിച്ചു കീറിയെടുക്കപ്പെട്ടു. മാരകമായ അടിയേൽക്കുമ്പോഴും എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്തെന്ന ഉയരത്തിലേക്ക് നോക്കി നിലവിളിക്കുകയാണ്. പിതാവായ ദൈവം മൗനമായിരുന്നതല്ല, നമ്മളെ നേടുവാൻ വേണ്ടി യേശുവിനെ ഏൽപ്പിച്ചു കൊടുത്തത്. ദൈവത്തിൻ്റെ വചനം പറയുന്ന അവനെ തകർത്ത് കളയാൻ യഹോവയ്ക്ക് പ്രസാദം തോന്നി. എന്തുകൊണ്ട്? നമ്മളെ നേടുവാൻ ഈ പകലും അവിടുത്തെ മുൻപാകെ ഒന്ന് ഏൽപ്പിച്ചുകൊണ്ട്, അപ്പാ പിതാവേ, അവിടുത്തെ മുൻപാകെ ഞാൻ സമർപ്പിക്കുന്ന എനിക്ക് വേണ്ടി അങ്ങേറ്റ അടിയുടെ പാടുകൾ, എനിക്ക് സൗഖ്യം വരേണ്ടതിനാണ്. അങ്ങ് എനിക്ക് വേണ്ടി ശാപമായത് എൻ്റെ ശാപം മാറേണ്ടതിനാണ്. എൻ്റെ പാപം ഏറ്റെടുത്തത് എന്നെ ശുദ്ധീകരിക്കേണ്ടതിനാണ്. ഈ പകൽ സൗഖ്യമാക്കുന്ന യേശുവിൻ്റെ രക്തം, ശുദ്ധീകരിക്കുന്ന യേശുവിൻ്റെ രക്തം, മോചിക്കുന്ന യേശുവിൻ്റെ രക്തം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സംരക്ഷിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ പുണ്യാഹരണം നമ്മുടെ മധ്യേ വെളിപ്പെട്ട് വരട്ടെ. എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും? എത്ര മഹാസ്നേഹമാണ് കൽവറിയിലൂടെ അവിടെ നമുക്ക് നൽകിയത്. അതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ദോഷികളും പാപികളുമായ നമ്മെ ആ ക്രൂശീകരണത്തോടുകൂടെ മക്കളും അവകാശികളുമാക്കി തീർത്തില്ലേ? പറഞ്ഞതിരാത്ത ആ മഹാകരുണയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യാം. യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് ഇന്നും പകലിലും നന്ദി പറയാൻ എത്ര പേർ തയ്യാറുണ്ട്? ധൈര്യത്തോടെ പറ, ആ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം എനിക്ക് മാത്രമല്ല എൻ്റെ കുടുംബത്തിനും ജയം നൽകുന്ന ദൈവത്തിന് നന്ദി, നന്ദി, നന്ദി എന്ന് പറയാൻ തയ്യാറാകൂ. നന്ദിയാൽ നമ്മുടെ ഉള്ളം ഒന്ന് നിറയട്ടെ. വല്ലഭാ നിൻ്റെ കൃപയോർക്കുമ്പോൾ എന്ന് പാട്ടുകാരൻ പാടുന്നത് പോലെ വർണ്ണിച്ചിടാൻ സാധ്യമല്ല. എൻ്റെ ജീവിതത്തിൽ ചെയ്ത ശ്രേഷ്ഠ കൃപകൾ എത്ര പേർക്ക് പറയാൻ കഴിയും? നന്ദി, നന്ദി, നന്ദി.
ഹല്ലേലൂയ. ദൈവസാന്നിധ്യം ഇന്ന് പകലും നമ്മളെ തൊടട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കട്ടെ. അളവറ്റ ദൈവകൃപയുടെ ആഴങ്ങൾ ഇന്നും നിങ്ങളുടെ മേൽ വെളിപ്പെട്ട് വരട്ടെ. ദൂത് കേൾക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ സാന്ത്വനം തൻ്റെ ജനത്തിൻ്റെ മേൽ വെളിപ്പെട്ട് വരാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഗലാത്യ ലേഖനം 6-9 വാക്യം വളരെ സുപരിതമാണ്. നന്മ ചെയ്യുന്നതിൽ നാം മടുത്തു പോകരുത്. തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും. അപ്പോസ്തലനായ പൗലോസ് ഗലാത്യ സഭകൾക്ക് എഴുതുന്ന ശക്തമായ ലേഖനങ്ങളാണ് നാം വായിച്ചു കേട്ടത്. സഭയെ ഉദ്ബോധിപ്പിക്കുന്ന, ശക്തീകരിക്കുന്ന, അവിടെ പറയുന്ന ഓരോ അധ്യായങ്ങളും സത്യമാണ്. 6 അധ്യായങ്ങളിലും 5-ാം അധ്യായത്തിൽ പറയുന്നു, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കി, അതിലുറച്ചു നിൽപ്പീൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങരുത്. വീണ്ടും കുടുക്കുവാനുള്ള തന്ത്രങ്ങളുമായി പൈശാചിക മേഖലകൾ പുറകിന് വരുമ്പോൾ വീണ്ടും കുടുങ്ങിപ്പോകരുത്, സ്റ്റക്കായി പോകരുത്, തളച്ചിടുവാൻ നമ്മൾ അവസരം കൊടുക്കരുത്. എന്നിട്ട് ചോദിക്കുന്നു, ഈ ഉപദേശത്തിൽ നിന്ന് ആരും നിങ്ങളെ വഴിതെറ്റിക്കരുത്. സത്യ ഉപദേശം, വിശുദ്ധിയുടെ ഉപദേശം, സത്യ ഉപദേശം മാത്രമല്ല, ആത്മാവിൻ്റെ പ്രമാണത്തിൽ നിന്ന് നിങ്ങളെ തകർത്ത് കളയുന്നത് ആര് എന്ന് സ്ലീഹൻ അവിടെ ചോദിക്കുകയാണ്. ഒരു ശക്തിക്കും ഇടയാവരുത് എന്ന് പറഞ്ഞ് അവരെ ശക്തിയോടെ പ്രബോധിപ്പിച്ചിട്ട് 6-ാം അധ്യായത്തിൽ വരുമ്പോൾ പറയുന്നു, നന്മ ചെയ്യുകയിൽ നാം മടുത്തു പോകരുത്. മടുപ്പിക്കുന്ന മണ്ഡലങ്ങൾ മുൻപോട്ട് വരുമ്പോൾ മടുപ്പിക്കുന്ന ദൈവപ്രവൃത്തി ചെയ്യാൻ, ആത്മാവിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി ഒരുങ്ങുവാൻ, സൽപ്രവർത്തികളിലേക്ക് സ്റ്റെപ്പുകൾ എടുപ്പിക്കുമ്പോൾ മടുപ്പിക്കുന്ന മണ്ഡലങ്ങളുണ്ട്. അതുകൊണ്ടാണ് മടുത്തു പോകരുത് എന്ന് പറയുന്നത്. മറ്റൊരിടത്ത് പറയുന്നു, പ്രാർത്ഥനയിൽ മടുപ്പുണ്ടാകരുത്. പ്രാർത്ഥനയിൽ മടുപ്പുണ്ടാകരുത്. പ്രാർത്ഥിക്കുന്നതിൽ മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. അപ്പോൾ പ്രാർത്ഥനയിൽ മടുപ്പുണ്ടാക്കുവാൻ കാരണം നമ്മൾ പ്രാർത്ഥിച്ചാൽ ജയിക്കുമെന്നും, പ്രാർത്ഥിച്ചാൽ ആത്മാവിൻ്റെ സാന്നിധ്യം ഇറങ്ങുമെന്നും, പ്രാർത്ഥനയുടെ ദൈവശക്തിയുടെ അളവറ്റ വ്യാപാരം നമ്മുടെ മേൽ വെളിപ്പെടുത്തുമെന്നും പിശാചിന് അറിയാവുന്നതുകൊണ്ട് പ്രാർത്ഥനയെ മടുപ്പിക്കുന്ന വ്യാപാരങ്ങൾ, അതുപോലെ ദൈവിക പ്രവർത്തികൾ, നന്മകൾ ചെയ്യുവാൻ നമ്മൾ തയ്യാറാകുമ്പോൾ നമ്മളെ മടുപ്പിക്കുന്ന ചില മണ്ഡലങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകലും മാറിപ്പോകട്ടെ. രക്തത്താൽ ജയം. ഹല്ലേലൂയ. നന്മ ചെയ്യുന്നതിൽ മടുത്തു പോകരുത്. അടുത്ത് നോക്കൂ, തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും. തളർന്നു പോകരുത് ഒരു കാരണവശാലും. തളർന്നു പോകുന്ന മണ്ഡലങ്ങൾ, തളർത്തിക്കളയുന്ന, ക്ഷീണിപ്പിക്കുന്ന, ബലഹീനമാക്കുന്ന, ഒതുക്കുന്ന ദുഷ്ടശക്തികൾ നമുക്കെതിരെയുണ്ട്. പക്ഷെ തളർന്നു പോകരുത്. ആത്മീയത്തിൽ തളരരുത്, വിശ്വാസത്തിൽ തളരരുത്, പ്രാർത്ഥനാ ജീവിതത്തിൽ തളർന്നു പോകരുത്. ഇന്ന് പകൽ ആത്മശക്തി ഏറ്റെടുക്കണം. ഒരു വലിയ കൊയ്ത്ത് ദൈവം നമുക്ക് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ നാൾ പ്രാർത്ഥനയുടെ റിസൾട്ട് അത് കൊയ്ത്തായി വരികയാണ്. ആത്മാവിൻ്റെ ഒരു കൊയ്ത്ത് ഈ ദിവസങ്ങൾ നിങ്ങളുടെ മേലും നിങ്ങളുടെ തലമുറകളുടെ മേലും ദൈവം വെളിപ്പെടുത്തി ആദരിക്കും. ആകയാൽ തളർത്തിക്കളയുന്ന സകല ദുഷ്ടശക്തികളെയും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ജയിക്കാൻ ദൈവസഭകൾ തയ്യാറാകട്ടെ. ഒരു കൊയ്ത്തുണ്ട് കേട്ടോ. ആർക്കാണെന്നറിയാമോ? കണ്ണുനീരോടെ വിതച്ച വിതയുണ്ടല്ലോ. കത്തിരിക്കുന്ന ചില വിഷയത്തിനൊരു കൊയ്ത്തുണ്ട്. പക്ഷേ അതിന് മുമ്പ് തളർത്തുന്ന ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ, ഇതുവരെ ഒന്നും അനുഭവിക്കാൻ പറ്റുന്നില്ലല്ലോ, ഇതുവരെ ഒന്നും നേടാൻ കഴിഞ്ഞില്ലല്ലോ, റിസൾട്ടുകളൊന്നും പ്രതീക്ഷിച്ചതുപോലെ വന്നില്ലല്ലോ എന്ന് പറഞ്ഞ് നിങ്ങളെ തളർത്തുന്ന സകല ശക്തികളെയും നോക്കി പറ, എൻ്റെ ദൈവത്താൽ ഞാൻ വീര്യം പ്രവർത്തിക്കും. ദൈവം എനിക്ക് വേണ്ടി തുറക്കും. ആർക്കും അതിനെ അടയ്ക്കാൻ കഴിയില്ല. എൻ്റെ ദൈവത്താൽ ഞാൻ ഈ മതിൽ ചാടിക്കടക്കും. എൻ്റെ ദൈവത്താൽ പടക്കൂട്ടത്തിൻ്റെ നേരെ പാഞ്ഞു ചെല്ലും. ദൈവം എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. ദൈവം എന്നെ ശക്തീകരിക്കും. ദൈവം എന്നെ ബലപ്പെടുത്തും. ഇവിടെ ഞാൻ തളരുകയില്ല, ഇവിടെ ഞാൻ തകരില്ല എന്ന് ശക്തമായി പ്രഖ്യാപനം ചെയ്യാൻ ദൈവമക്കൾ ഇന്ന് പകലും തയ്യാറാകുമെങ്കിൽ തക്ക സമയത്തൊരു കൊയ്ത്തുണ്ട്. തളർന്നു പോകാൻ ഞാൻ കൊയ്യും. യഹൂദയെ, ഞാൻ എൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ നിനക്കും ഒരു കൊയ്ത്തുണ്ട്. സ്തുതിക്കുന്നവനൊരു കൊയ്ത്തുണ്ട്, പ്രാർത്ഥിക്കുന്നവനൊരു കൊയ്ത്തുണ്ട്.
ക്ഷണിച്ചു പോകാൻ ദൈവം അനുവദിക്കില്ല. പിടിച്ചു നിൽക്കാൻ തയ്യാറാകും. തളർന്നു പോകരുത്. പലതും കാണുമ്പോൾ ഇനി എങ്ങനെയായിത്തീരും എന്ന അകത്ത് ഭയങ്കര വേദന, അത് നമ്മളെ തളർച്ചയിലേക്ക് മാറ്റുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് തളർന്നു പോകാതിരുന്നാൽ, ആത്മാവിൽ വിതയ്ക്കാൻ തയ്യാറാകുമെങ്കിൽ നമ്മൾ ആത്മാവിൽ കൊയ്യും. പരിശുദ്ധാത്മാവിൽ വിതയ്ക്കുന്നവർ ഈ ദിവസങ്ങൾ കൊയ്യും. പ്രാർത്ഥനയിൽ മുട്ടുമടക്കൂ, ആരാധിക്കാൻ തയ്യാറാകൂ. ഒരു വലിയ ദൈവപ്രവൃത്തി നിങ്ങളുടെ കൂടാരത്തിൽ ഇന്ന് പകലും വെളിപ്പെടുത്താൻ എൻ്റെ ദൈവത്തിന് പ്രസാദമുണ്ട്. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്ത് ഈ ദൂതേറ്റെടുക്കട്ടെ. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, കേൾപ്പിച്ച ശ്രേഷ്ഠ ആലോചനയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കണ്ണുനീരോടെ വിതച്ചവൻ ആർപ്പോടെ കൊയ്യും എന്ന് ഞങ്ങളെ പഠിപ്പിച്ചല്ലോ. ഹല്ലേലൂയ. മടുത്തു പോകാതെ ആത്മാവിൽ പോരാടുവാൻ, ഞങ്ങളെ മടുപ്പിക്കുന്ന മണ്ഡലങ്ങളെ കണ്ടുണർന്ന് അഭിഷേകത്തോടെ അതിനെ ചാടിക്കടക്കുവാൻ, ദൈവശക്തിയുടെ ആഴങ്ങൾ വെളിപ്പെടുവാൻ റികാമന ഇന്ന് പകലും അവിടുത്തെ ആത്മാവ് സഹായിക്കണമേ. സകല തളർച്ചകളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഞങ്ങളുടെ മൈൻഡിനെ ഇടിക്കുന്ന സകല ദുഷ്ടശക്തികളും മാറി ഞങ്ങൾ ധൈര്യത്തോടെ പറയുന്നു, എൻ്റെ മനസ്സുറച്ചിരിക്കുന്നു, ഞാൻ പാടും, എൻ്റെ മനം കൊണ്ട് കീർത്തനം പാടും എന്ന് പറയത്തക്ക രീതിയിൽ ഇന്ന് പകൽ കർത്താവ് ചില അടയാളങ്ങളൊക്കെ ചെയ്തിരിക്കാൻ സ്തോത്രം. നിങ്ങളുടെ പ്രവൃത്തി വെളിപ്പെടുത്തി കഴിഞ്ഞ മിനിറ്റുകൾ തളർന്നുപോയ ചിലരെ പരിശുദ്ധാത്മാവ് യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എഴുന്നേൽപ്പിക്കുന്നതിനായി സ്തോത്രം. ദൈവത്തിൻ്റെ ബലം അവരുടെ മേൽ കൽപ്പിക്കുന്നതിനായി സ്തോത്രം. ചില കൊയ്ത്തിന് വേണ്ടി തൻ്റെ ജനത്തെ ദൈവം എഴുന്നേൽപ്പിക്കുന്നതിനായി സ്തോത്രം. നിവർന്ന തലകളെ പൊക്കാൻ അവിടുത്തെ ജനത്തെ ഈ പകലും ഉദ്ബോധിപ്പിക്കുന്നതിനായി സ്തോത്രം. അവരുടെ ശരീരത്തിൽ വിടുതൽ വ്യാപരിക്കട്ടെ, കുടുംബ ജീവിതത്തിൽ സൗഖ്യം വ്യാപരിക്കട്ടെ, തലമുറകൾ സംഭവിക്കട്ടെ, മിനിസ്ട്രിയിൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ടു വരട്ടെ. യേശുവിൻ്റെ നാമം ചൊല്ലി ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അങ്ങനെ ചെയ്തിരിക്കാൻ സ്തോത്രം. സകല മഹത്വം വഹിക്കുക യേശുവിൻ നാമം തന്നെ. ആമേൻ, ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, മടുത്തു പോകരുത്, തളർന്നു പോകരുത്. വിശ്വാസത്തിൽ ശക്തരായി മുൻപോട്ട് പോകൂ. നമ്മുടെ കർത്താവ് ഇന്നും പ്രവർത്തിക്കുന്നു. ഒരു വലിയ കാഴ്ച തൻ്റെ ജനത്തിനു വേണ്ടി ദൈവം ഒരുക്കി വച്ചിരിക്കുന്നു. വിശ്വസിക്കുന്നവർ ആമേൻ പറയൂ. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ, ബലത്തോടെ നിർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തയേശുവിൽ നിങ്ങളുടെ സഹോദരൻ പ്രസവിച്ചു.